നമ്മൾ ലാസ്റ്റ് റീലിൽ എന്താണ് മെനിസ്കസ്, അതിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു. ഇനി ഇതിൽ എങ്ങനെയാണ് ഇത് ഡാമേജ് ആവുന്നതെന്നും ഇനി ഇഞ്ചുറി ആയി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്നാണ് പറയുന്നത്. മെനിസ്കസ് ടയർ വരാൻ മെയിനായി 2 സിറ്റുവേഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ, സഡൻ ട്വിസ്റ്റിംഗ് ഇഞ്ചുറി. അതായത് ഫൂട്ട് ഗ്രൗണ്ടിൽ തന്നെയായിരിക്കും, ബട്ട് അപ്പർ ബോഡി സഡൻലി ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഫോഴ്സിൽ മെനിസ്കസിൽ എക്സസീവ് ആയി സ്ട്രെസ് ഉണ്ടായി ടയർ വരാം. ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ ഇങ്ങനെയുള്ള സ്പോർട്സിൽ ഇത് കോമൺ ഇഞ്ചുറിയാണ്. സെക്കൻഡ് വൺ, ഡീജനറേറ്റീവ് ചേഞ്ചസ് ആണ്. ഏജ് കൂടുമ്പോൾ മെനിസ്കസ് ഗ്രാജുവലി ലെസ് റെസിലന്റ് ആവാം. അതുകൊണ്ട് തന്നെ ചില കേസുകളിൽ സ്ക്വാട്ടിംഗ്, നീലിംഗ്, ട്വിസ്റ്റിംഗ് പോലുള്ള റിലേറ്റീവ്ലി സ്മോൾ മൂവ്മെന്റ്സിൽ പോലും സിംറ്റംസ് ഹയർ ആവാം. ഇനി മെനിസ്കസ് ഇഞ്ചുറി ഉണ്ടായാൽ എല്ലാവർക്കും സെയിം സിംറ്റംസ് ആയിരിക്കില്ല കാണുന്നത്. കോമൺ ആയി സ്വെല്ലിംഗ്, നീ പെയിൻ, ക്ലിക്കിംഗ് ആൻഡ് കാച്ചിങ്, നീ ഫുള്ളായി സ്ട്രെയിറ്റ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി, സംടൈംസ് ലോക്കിംഗ് സെൻസേഷൻസ്. പിന്നൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, മെനിസ്കസ് ഇഞ്ചുറി ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ സർജറി വേണം എന്നല്ല. ടയറിന്റെ ടൈപ്പ്, സിംറ്റംസ്, ഏജ്, ആക്ടിവിറ്റി ലെവൽ, ലൊക്കേഷൻ ഇതൊക്കെ നോക്കിയാണ് ഒരു ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത്. മെനിസ്കസിന്റെ ടയർ ടൈപ്സ്, എന്തൊക്കെ ടയേഴ്സ് വന്നാലാണ് മെനിസ്കസ് തനിയെ ഹീലാവുക, സർജറി എപ്പോഴൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ അറിയാൻ നെക്സ്റ്റ് റീലിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. സ്റ്റേ ട്യൂൺഡ്.